ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ടൻറ് എന്ന് പറയുന്നത് മെയിൻലി പാനിപൂരിയാണ് ഇന്നത്തെ കണ്ടൻറ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? റിവിഷനൊക്കെ ചെയ്യുന്നുണ്ടോ? പെൻഡിങ്ങൊക്കെ തീർന്നോ? ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോട്. പിന്നെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണല്ലേ പ്ലീസ്. നമുക്ക് 1K ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ 1K ആവും. പിന്നെ യൂണിറ്റ് 2ൻ്റെ എക്സാം നല്ല ടഫായിരുന്നു. അത് ഓഫ്ലൈൻ സെൻറ്ററിൽ പോയിട്ട് എഴുതിയാൽ എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ജോർജ് സാറിൻ്റെ ഒരു മീറ്റിംഗ്. അത് ഓൺലൈനായിട്ട് സ്ക്രീനിൽ കണക്ട് ചെയ്ത് തന്നു. അപ്പോൾ അതിൽ സാർ ഓൾറെഡി പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ടഫായേക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് 2 മോഡൽ എക്സാം ടഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നല്ല ടഫായിരുന്നു. മാർക്ക് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി അഡ്വാൻസ് അതെപ്പോഴും എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, സ്കോർ എന്താ, റാങ്ക് എന്താണെന്നൊക്കെ. ഞാൻ അങ്ങനെ റാങ്ക് ഒന്നും നോക്കുന്ന ആളല്ല. ഞാൻ സ്കോർ മാത്രം നോക്കും. പിന്നെ പഠിച്ചങ്ങനെ അങ്ങ് പോകും. അല്ലാണ്ട് ഞാൻ റാങ്ക് ഒന്നും നോക്കാറില്ല. റാങ്ക് ഒന്നും നോക്കിയിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ മാർക്ക് എനിക്കിപ്പോഴും 300 to 400 ആൻഡ് വളരെ റെയറായിട്ട് മാത്രമേ എനിക്ക് 500 റേഞ്ച് കിട്ടാറുള്ളൂ. ഒരു 3 തവണ 500 റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഈ വർഷം ഇപ്രാവശ്യത്തെ ഈ ഒരു പ്രിപ്പറേഷനിൽ എനിക്ക് 500 റേഞ്ച് അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല. വളരെ റെയറാണ്. 3 പ്രാവശ്യം. എനിക്ക് വേറെ പിന്നെ ഓർമ്മയില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എക്സാം ഹാളിൽ നിന്ന് മറ്റു കുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിക്കുമല്ലോ, നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരും. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പോകാത്ത നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ആദ്യം തന്നെ ചോദിക്കുന്നത് പേരെന്താ, സ്ഥലം എവിടെയാണ്, ഇതൊന്നുമല്ല ചോദിക്കുക. ഫസ്റ്റ് ചോദിക്കുക റിപ്പീറ്ററാണോ, സൂപ്പർ റിപ്പീറ്ററാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ സൂപ്പർ റിപ്പീറ്റർ എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ കാണുന്നൊരു ഒരുമാതിരി അന്യഗ്രഹ ജീവികളെ പോലെ കാണും. ഒരുമാതിരി എന്തൊക്കെയോ ചോദ്യങ്ങളായിരിക്കും. ഈ സൂപ്പർ റിപ്പീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അവർ ചില ആൾക്കാരുടെ, വളരെ ചുരുക്കം ആൾക്കാരുടെ ധാരണയാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് എല്ലാ ആൾക്കാരുടെ ധാരണയല്ല. വളരെ ചുരുക്കം ആൾക്കാർ, നിങ്ങളൊന്നും അങ്ങനെയല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സൂപ്പർ റിപ്പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന, അതേപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും കാണാതെ ഇങ്ങനെ അരച്ച് കലക്കി വെള്ളം പോലെ അറിയുന്ന ആൾക്കാരാണ്. ആക്ച്വലി അങ്ങനെയാണോ? സൂപ്പർ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അതേപോലെ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് ആയാലും പറയുന്നത് റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താൽ പോരെ. ആ ഒരു രീതിയിലുള്ളൊരു ചെറിയൊരു മിത്ത് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഞാനൊരു സൂപ്പർ റിപ്പീറ്ററാണ്. പക്ഷേ എനിക്ക് പല ചാപ്റ്ററിൻ്റെയും കോൺസെപ്റ്റ് വളരെ ഡീപ്പായിട്ട് അറിയില്ല. ഇപ്പോഴും എനിക്കറിയില്ല. പെൻഡിങ് കുറേ തീർക്കാനുണ്ട്. അപ്പോൾ അതൊരു മിത്തായിട്ട് മാത്രം കാണുക. പിന്നെ പാനിപൂരിയൊക്കെ കഴിച്ച്, ആക്ച്വലി പാനിപൂരി ഞാനല്ല ഉണ്ടാക്കിയത്, മറിയമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് ഓണാക്കിയിട്ട് പോയി, അത്രയേ ഉള്ളൂ. പിന്നെ മൊത്തം അവളാണ് കൈകാര്യം ചെയ്തത്. കറക്റ്റ് ഫ്രെയിം സെറ്റ് ചെയ്യലും, ഫ്രെയിമെന്നൊന്നും പറയാനൊന്നുമില്ല. അത്രയ്ക്ക് വലിയ യൂട്യൂബറൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഒന്ന് വളർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ സപ്പോർട്ട് തീരെ കുറവാണ്. എനിക്ക് 1K 2K വ്യൂസൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ 500 800 മുകളിലോട്ട് പോകുന്നേ ഇല്ല. കുറേ കാലം വീഡിയോ ഇടാണ്ടായിട്ടാണ്. പിന്നെ ഇപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള ക്ലിപ്പ് എടുക്കും. ഞാനെന്തല്ല എടുക്കുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുത്തുതരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിശ്വസിക്കാം. പല സാഹചര്യങ്ങൾ കാരണം എൻ്റെ വീട്ടിലുള്ള ഒരു കംഫർട്ട് സോണിൽ നിന്ന്, എൻ്റെ ആ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സോൺ ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് പുറത്തിറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളിൽ അങ്ങനെ മാറി മാറി പല സ്ഥലത്ത്, ഒരു സ്ഥലത്ത് മടക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് അങ്ങനെ പോയിട്ട് ഓരോ സ്ഥലത്ത് ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നല്ല കാറ്റും നല്ല വെയിലും ഒക്കെ കൊണ്ടിട്ട് പഠിക്കുക നല്ല സുഖമാണ്. നാളെ ഭാവിയിൽ നമുക്ക് എല്ലാം ഒരു മധുരമായിട്ട് മാറട്ടെ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അതേപോലെ തന്നെ ഞായറാഴ്ച എല്ലാവരും എക്സാം എഴുതണം. ആൻഡ് ഓഫ്ലൈനായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ ബ്രില്യൻറ്റീസിനും കൺഗ്രാറ്റുലേഷൻ. എന്തിനാണെന്ന് ചോദിക്കേണ്ട, വെറുതെ ഒരു കൺഗ്രാറ്റുലേഷൻ അങ്ങ് പിടിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ പോട്ടെ. പിന്നെ ഞാൻ ഈ NCERT എനിക്ക് മനസ്സിലാവാത്ത സെൻറ്റൻസൊക്കെ ഞാൻ മലയാളത്തിലേക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു, നമുക്ക് മനസ്സിലാവാനല്ലേ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ടെസ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ മലയാളത്തിലോ ഏത് ഭാഷയിലും വേണമെങ്കിലും എഴുതി വെക്കാം. ഞാനെങ്ങനെയാണ്, എനിക്കാരും ഞാനൊന്നിനും ബോധർ ചെയ്യുന്നൊന്നുമില്ല. അതെന്നെപ്പോലെ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഇതൊക്കെ റിലേറ്റബിൾ ആവുള്ളൂ. എന്ന് വെച്ചാൽ മലയാളം മീഡിയത്തിൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതൊരു കോൺട്രവേഴ്സി ആക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.